അത്രക്കും അത്ഭുതമാണ് ബീജം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരം 11 വ്യവസ്ഥകൾ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് സ്കെലിറ്റൻ വ്യവസ്ഥ. സ്കെലിറ്റൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ എല്ലുകൾ മാത്രമുള്ള വ്യവസ്ഥ. 11 വ്യവസ്ഥകൾ ചേരുമ്പോഴാണ് നമ്മുടെ ശരീരം പൂർണ്ണമാവുക. ഒന്ന് സ്കെലിറ്റൻ വ്യവസ്ഥ, 2 മസ്കുലർ വ്യവസ്ഥ അഥവാ മസിലുകൾ, മൂന്നാമത്തേത് നെർവസ് സിസ്റ്റം അഥവാ നമ്മുടെ നാഡി ഞരമ്പുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സിസ്റ്റം, മറ്റൊന്ന് ഡൈജസ്റ്റീവ് സിസ്റ്റം, നമ്മുടെ ശരീരത്തിനകത്ത് വസ്തുക്കൾ ദഹിപ്പിക്കുന്ന അത്തരം കാര്യങ്ങൾ, പിന്നൊന്ന് റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് ശ്വാസം എടുക്കുന്നതൊരു വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റം. കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രക്തം നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്നത് ഒരു വ്യവസ്ഥയാണ്. ഒരുപാട് സംഗതികൾ ചേരുമ്പോഴാണ് ഒരു വ്യവസ്ഥ ഉണ്ടാവുക. സങ്കീർണമായ ഒരുപാട് വ്യവസ്ഥകൾ ചേരുമ്പോഴാണ്. എൻഡോക്രൈൻ വ്യവസ്ഥ, തൈറോയിഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അത് എല്ലാം ഒരു വ്യവസ്ഥയാണ്. ഇതൊക്കെ വളരെ വളരെ മനോഹരമായി ഒന്നിച്ചു പ്രവർത്തിച്ചാലാണ് നമുക്ക് മനുഷ്യനാണെന്ന് പറഞ്ഞ് ഇവിടെ മുന്നോട്ട് നടക്കാൻ പറ്റുള്ളൂ. ആ വ്യവസ്ഥ. പിന്നെ അതുപോലെ തന്നെ യൂറിനറി സിസ്റ്റം. യൂറിനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നതും കിഡ്നിയും അതുപോലെ തന്നെ യൂറിൻ ബ്ലാഡറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥയാണ് ഈ യൂറിനറി സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ബീജവും അതും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലിംഗം, അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നമ്മുടെ ഉൽപാദന വ്യവസ്ഥ. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റൊരു വ്യവസ്ഥയാണ് ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയും, നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ, ഇമ്മ്യൂൺ സിസ്റ്റം. ഈ വ്യവസ്ഥകളെ എല്ലാം പൊതിഞ്ഞ് 20 സ്ക്വയർ ഫീറ്റ് തൊലി ചർമ്മ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ 11 വ്യവസ്ഥകളും കൂടി ചേരുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനാവുക. ഈ 11 വ്യവസ്ഥകളുടെയും മുഴുവൻ വിശദാംശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബിന്ദുവിൽ രേഖപ്പെടുത്തി വച്ചതിന് ശേഷമാണ് പുരുഷ ബീജമായി സ്ത്രീ ശരീരത്തിലേക്ക് കടത്തിവിടുന്നത്. അവിടെ ചെന്നതിൻ്റെ ബാക്കി കൂടി ചേർന്നാണ് ഒരു പൂർണ്ണ മനുഷ്യനാവുക. ഇത്രമാത്രം അത്ഭുതമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമുക്ക് അള്ളാഹുവിനെ കാണണോ, നമ്മുടെ കണ്ണുകൊണ്ട് കാണണോ, നിങ്ങൾ ബീജത്തെക്കുറിച്ച് പഠിച്ചാൽ മതി.